വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. PrEP എന്ന മരുന്നിനെ കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത്. കാരണം പല ആളുകളും നമ്മളെ വിളിച്ചിട്ട് എനിക്ക് എമർജൻസി ആയിട്ട് പ്രിപ്പ് വേണം അല്ലെങ്കിൽ പെപ്പ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് കാര്യങ്ങൾ തിരക്കും. അവർക്ക് റിസ്ക് ഇല്ല എന്ന് കാണുമ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിലല്ല, അതായത് പ്രിപ്പിൻ്റെ യഥാർത്ഥ ഫങ്ഷനല്ല അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ അവർക്ക് പ്രിപ്പ് വേണ്ട എന്ന് സജസ്റ്റ് ചെയ്യും. അവരപ്പോൾ നമ്മളോട് പലപ്പോഴും ചൂടാകുന്ന പോലെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ, നിങ്ങൾ ചോദിക്കുന്ന പൈസ തന്നിട്ടല്ലേ ഞങ്ങൾ പ്രിപ്പ് ആവശ്യപ്പെടുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ അത് തരാതിരിക്കുന്നത് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. നമ്മളുടെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ആണെങ്കിലും ഫാർമ ഇൻഡസ്ട്രിയിലാണെങ്കിലും ധാരാളം കള്ള നാണയങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ധാരാളം മരുന്ന് തരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പണം വാങ്ങിയിട്ട് മരുന്ന് തരുന്ന ധാരാളം സെക്ഷൻസ് ഉണ്ട്, ധാരാളം സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ അതുപോലൊരു സ്ഥാപനമല്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം തുടങ്ങിയ ഒരു സ്ഥാപനവും ഒരു ചാനലുമാണ്. നമ്മൾ പലപ്പോഴും നിങ്ങൾക്കറിയാം, നമ്മളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും നമ്മൾ പറയാറില്ല. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിപ്പ് എടുത്താൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, പ്രിപ്പ് ആരൊക്കെ എടുക്കണം, എന്തിനെടുക്കണം, എപ്പോഴെടുക്കണം, എങ്ങനെയാണ് പ്രിപ്പ് വർക്ക് ചെയ്യുന്നത്, മറ്റ് STDs ഇത് പ്രിവെൻറ്റ് ചെയ്യുമോ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരുപാട് ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് ഈ വീഡിയോ സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി സ്വാഗതം യെസ് ടു പോസിറ്റീവിലേക്ക്. പ്രിപ്പ് എടുത്താൽ എല്ലാ ലൈംഗിക രോഗങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടും എന്നാണ് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ശരിയാണോ എന്ന് നമുക്കൊന്നും കൂടെ നോക്കാം. ഇത് നമുക്ക് സയന്റിഫിക്കലി എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, അതായത് പ്രിപ്പ് എന്നാൽ എന്തെന്ന് നമുക്ക് നോക്കാം. പ്രിപ്പ് എന്നത് പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്നതാണ്. അതായത് HIV വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അത് തടയാനുള്ള ഒരു മരുന്നാണ് പ്രിപ്പ്. ഇത് പ്രധാനമായും HIV തടയാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഇത് പ്രധാനമായും HIV തടയാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രിപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. പ്രിപ്പ് എന്ന മരുന്നിനുള്ളിൽ ന്യൂക്ലിയോ റിവേഴ്സ് ട്രാൻസ്മിറ്റ് ഇൻഹിബിറ്റേഴ്സ്, അതായത് NRTIS എന്ന വിഭാഗത്തിൽ പെടുന്നു. എന്താണ് ഇത് ചെയ്യുന്നത് നോക്കാം. HIV ഒരു വൈറസ് ആണ്. ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽസ് കോപ്പി ചെയ്ത് വർദ്ധിപ്പിക്കും. ഈ കോപ്പി പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന എൻസൈം ഉപയോഗിച്ച് നടത്തുന്ന ഈ ഒരു കോപ്പി പ്രോസസ്സിനെ ഈ മെഡിസിൻ അങ്ങ് തടയും. അതായത് പ്രിപ്പ് ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് HIV റിപ്ലിക്കേറ്റ് ചെയ്യാൻ, അതായത് കോപ്പി ചെയ്യാനോ പെരുകാനോ സാധിക്കില്ല. അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ പ്രിപ്പ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ഒരു ചോദ്യമാണ്, എപ്പോഴാണ് ഈ പ്രിപ്പിന് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന്. അതായത് പ്രിപ്പ് എടുത്താൽ STDകൾ തടയുമോ എന്നുള്ളൊരു ചോദ്യവും കൂടിയുണ്ട്. അതിന് ഉത്തരം ഒറ്റവാക്കിൽ തന്നെ പറഞ്ഞേക്കാം, ഇല്ല എന്നുള്ളതാണ്. പ്രിപ്പ് HIV വൈറസിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ മറ്റ് STDകൾക്ക് ഇത് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുകയില്ല, പ്രതിരോധിക്കുകയും ചെയ്യില്ല. അതായത് HIV എന്ന് പറയുന്ന ഒരു വൈറസ് ആണെന്നറിയാം. ഈ ഒരു വൈറസിനെതിരെ മാത്രമേ ഈ മരുന്നിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിഫിലിസ് അതൊരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ്. ഗൊണേറിയ അതും ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ്. ക്ലമേഡിയ അതും ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ്. HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതൊരു വൈറസ് കൊണ്ടുണ്ടാകുന്നതാണ്. ഹെർപ്പിസ് വൈറസ് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയ്ക്ക് റിവേഴ്സ് ട്രാൻസ്മിഷൻ ഇല്ല എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിപ്പ് മെഡിസിൻ ഇവിടെ വർക്കാവത്തില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ആരാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ഉള്ളൊരു ചോദ്യമുണ്ട്. ഇത് നമ്മൾ പൊതുവേ സജസ്റ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഈ ചില പാർലറുകൾ അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ് പരിപാടികളൊക്കെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് പലരിലൂടെ സെക്സ് ചെയ്യുന്ന ആളുകൾ ദിവസവും ലൈംഗിക ബന്ധത്തിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും PrEP മെഡിസിൻ പ്രിപ്പുമായിട്ട് മുമ്പോട്ട് പോകാം. യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല. പക്ഷേ പ്രിപ്പ് HIV പ്രൊട്ടക്ഷൻ മാത്രം നൽകുന്ന ഒരു മെഡിസിനാണ്. ഇതൊരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ സാധിക്കില്ല.
ഐ റിപ്പീറ്റ്, ഇതൊരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ കോണ്ടം ഉപയോഗം എപ്പോഴും അത്യാവശ്യമാണ്. റെഗുലർ STD സ്ക്രീനിങ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തത് എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് സേഫ് സെക്സ് പ്രാക്ടീസ്. എന്താണ് സേഫ് സെക്സ് പ്രാക്ടീസ് എന്നുള്ളത് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ കോണ്ടം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പല STDകളിൽ നിന്നും ഡയറക്റ്റ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ നൽകുന്നത് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് മരുന്നൊന്നും അതിൻ്റെ മുമ്പിലൊന്നുമല്ല. സോ പ്രോപ്പറായിട്ട് കോണ്ടം യൂസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പ്രിപ്പ് എടുത്താൽ നിങ്ങൾക്ക് HIV നിന്നും വലിയൊരു സംരക്ഷണം ലഭിക്കും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് പക്ഷേ റിസ്ക് ഫ്രീ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ, അത് ഉറപ്പുള്ള സംഭവമാണ്. സോ മൈ സജഷൻ, പ്രിപ്പ് പ്ലസ് കോണ്ടം പ്ലസ് റെഗുലർ ടെസ്റ്റിംഗ് എന്നുള്ള ഒരു സമവാക്യം, അതായത് നിങ്ങൾ ഡെയിലി ഫൺ ചെയ്യുന്ന ആളാണ്, അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, ധാരാളം ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്ത് പലരുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിപ്പ് എടുക്കാം, കോണ്ടം യൂസ് ചെയ്യണം, റെഗുലർ ടെസ്റ്റിങ്ങും എടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ നമ്മൾ പെപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തതാണ്. കാരണം ഇപ്പോൾ ധാരാളം ആളുകൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം പെപ്പ് വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു, പ്രത്യേകിച്ച് ടീനേജേഴ്സ്. ധാരാളം നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, എനിക്ക് പെപ്പ് വേണം, എമർജൻസി ആണെന്നൊക്കെ പറഞ്ഞ് ധാരാളം മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരോടൊന്നും ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതിനുശേഷം നമുക്കവർക്ക് ആ ഒരു ചാറ്റിംഗ് സെക്ഷൻ വഴി, ഓൺലൈനിൽ വഴി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് പെപ്പ് വേണോ ഇല്ലയോ, റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒരു 1 വേർഡിലായിരിക്കും പറയുക. അത് കേൾക്കുമ്പം നിങ്ങൾക്ക് റിസ്ക് ഇല്ല, വേണ്ട എന്ന് പറയുമ്പം അവരാകെ ഒരു ഡൗട്ട് അടിച്ചായിരിക്കും നിൽക്കുന്നത്. നേരെ മറിച്ച് അവർ മറ്റൊരു സ്ഥലത്തോട്ട് ചെല്ലുമ്പം അവർക്ക് 10,000-5,000 രൂപയുടെ പെപ്പടിച്ച് കയ്യിൽ കൊടുക്കും. ബാക്കിയുള്ള ടെസ്റ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം പുറകെ വരും. 10,000-10,000 രൂപ സ്വാഹ. ഒരു കാര്യവും ഇല്ലാതെയാണ്. അത്രയും മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് നമ്മുടെ ബോഡിയിലോട്ടും കയറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അല്ലാതെ ബാക്കി ഒരു സ്ഥാപനത്തിനും എതിരായിട്ട് പറയുന്നതല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബോധത്തിൽ ചിന്തിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് അനലൈസിങ് സെക്ഷനുമായിട്ട് ബന്ധപ്പെടുക. അത് പേയബിൾ ആണ്, കാരണം അത് വലിയൊരു പ്രോസസ്സാണ്. എങ്ങനെ കോൾ ചെയ്താലും നിങ്ങൾ 1 മണിക്കൂറിൽ പൊക്കത്തിൽ കോൾ പോകും, 1.5-2 മണിക്കൂർ വരെ ആവുന്ന കോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പേയബിൾ ആണ്. സോ അങ്ങനെ വേണ്ടവർ ആ ഒരു സെക്ഷൻ ബുക്ക് ചെയ്ത് പോവുക. ഇതിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണ ഏറെക്കുറെ മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.